ക്രിസ്തുവാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, ഇമ്പമുള്ള കാര്യങ്ങൾ കേൾക്കുവാനായിട്ടാണ് നമ്മുടെ കാതുകൾക്ക് ഇഷ്ടം. എന്നാൽ യേശുനാഥൻ എപ്പോഴും ശ്രമിച്ചുകൊണ്ടിരുന്നത് ജനങ്ങളെ സത്യത്തിൽ നയിക്കുവാനായിട്ടാണ്. അവിടുന്ന് മറ്റൊരു സുവിശേഷ ഭാഗത്തിൽ അതിനുള്ള കാരണവും വ്യക്തമായിട്ട് പഠിപ്പിക്കുന്നുണ്ട്. സത്യമാണ് നമ്മെ സ്വതന്ത്രരാക്കുന്നത്. ഇന്നലത്തെ സുവിശേഷത്തിൽ സമരിയാക്കാരിയുമായിട്ടുള്ള സംഭാഷണത്തിലും യേശുനാഥൻ പഠിപ്പിക്കുന്നത് മറ്റൊന്നുമല്ല, ഏതെങ്കിലും ഒരു സ്ഥലത്ത് ദൈവത്തെ ആരാധിക്കുക എന്നതിനേക്കാൾ ഉപരിയായിട്ട് നാം ആത്മാവിലും സത്യത്തിലുമാണ് ദൈവത്തെ ആരാധിക്കേണ്ടത് എന്ന് ആണ്. ഇന്നത്തെ സുവിശേഷത്തിൽ യേശുനാഥൻ സ്വന്തം നാട്ടിൽ സ്വന്തം ജനതയെ അഭിമുഖീകരിക്കുകയാണ്. ഇവിടെ യേശുനാഥൻ ശ്രമിക്കുന്നതും ഇവരെ സത്യത്തിലൂടെ നയിക്കുവാനായിട്ടാണ്, അവരുടെ സങ്കുചിത മനോഭാവം മാറ്റുവാനായിട്ടാണ്. ഇസ്രായേൽ കരുതിയിരുന്നത് ദൈവം തങ്ങളുടെ മാത്രം സ്വന്തമാണ് എന്നാണ്. എന്നാൽ ദൈവത്തിൻ്റെ സ്നേഹം എല്ലാവർക്കുമുള്ളതാണെന്ന് യേശുനാഥൻ ഇന്ന് പഠിപ്പിക്കുകയാണ്. പഴയ നിയമത്തിലെ 2 ഉദാഹരണങ്ങൾ പറഞ്ഞുകൊണ്ടാണ് യേശുനാഥൻ അവരെ ഇത് പഠിപ്പിക്കുന്നത്. അവരുടെ ഏറ്റവും വലിയ 2 പ്രവാചകന്മാർ ആയ ഒന്നാമതായിട്ട് യേശയ്യാ പ്രവാചകൻ അയക്കപ്പെടുന്നത് ഏതെങ്കിലും ഒരു ഇസ്രായേലിലെ വിധവയുടെ അടുത്തേക്കല്ല, മറിച്ച് ഒരു വിജാതീയ സ്ത്രീയുടെ വിജാതീയായിട്ടുള്ള വിധവയുടെ അടുത്തേക്കാണ്. മറ്റൊരു പ്രവാചകനായ എലീശ അയക്കപ്പെടുന്നത് ഒരു ഇസ്രായേലിലെ ഏതെങ്കിലും ഒരു കുഷ്ഠരോഗിയെ സുഖപ്പെടുത്താനല്ല, മറിച്ച് അവരുടെ ശത്രുപക്ഷത്ത് നിന്നിരുന്ന സിറിയാക്കാരനായിട്ടുള്ള നാമാനെ സുഖപ്പെടുത്തുവാനായിട്ടാണ് എലീശ പ്രവാചകൻ അയക്കപ്പെടുന്നത്. ദൈവത്തിൻ്റെ സ്നേഹം എല്ലാവർക്കുമായിട്ടുള്ളതാണ്. ദൈവം എല്ലാവരുടേതുമാണ്. എല്ലാവരെയും അനുഗ്രഹിക്കാൻ, എല്ലാവരെയും രക്ഷിക്കുവാനായിട്ട് അവിടുന്ന് ആഗ്രഹിക്കുന്നു. ഏതെങ്കിലും തരത്തിലുള്ള സങ്കുചിത മനോഭാവം നമ്മെയും പിടികൂടിയിട്ടുണ്ടെങ്കിൽ അത് മാറ്റുവാനായിട്ടുള്ള ആഹ്വാനം നാം ഇന്ന് സ്വീകരിച്ചേ മതിയാകുകയുള്ളൂ. യേശുനാഥൻ തൻ്റെ പ്രവാചക ദൗത്യം തുടരുകയാണ്. പ്രവാചകന്റെ റോൾ എന്താണ്? സത്യം പറയുക, ദൈവത്തിൻ്റെ സന്ദേശം മറ്റൊരിലേക്ക് എത്തിക്കുക എന്നതാണ്. ഇവിടെ യേശുനാഥൻ അവരെ സത്യത്തിലൂടെ നയിക്കുവാനായിട്ട് ശ്രമിക്കുന്നു. പ്രിയ സഹോദരങ്ങളെ, ഇവിടെ നമ്മെ സ്വതന്ത്രരാക്കുന്നത് സത്യമാണ്. ആത്മാവിലും സത്യത്തിലുമാണ് ദൈവത്തെ ആരാധിക്കേണ്ടത്. എപ്പോഴും സത്യത്തെ മുറുകെ പിടിച്ചുകൊണ്ട് സങ്കുചിത മനോഭാവം മാറ്റിവെച്ചുകൊണ്ട് എല്ലാവരെയും സ്നേഹിക്കുവാനായിട്ട് നമ്മുടെ ക്ഷമയും നമ്മുടെ സ്നേഹവും നമ്മുടെ കരുതലും കാരുണ്യവും ഒക്കെ ഒരു ചില ഗ്രൂപ്പുകൾക്ക് അല്ലെങ്കിൽ ചില വ്യക്തികൾക്ക് മാത്രം നൽകാതെ എല്ലാവർക്കുമായി നൽകുവാനായിട്ടാണ് ദൈവം ആഗ്രഹിക്കുന്നത്. യേശുവിൻ്റെ മനോഭാവം സ്വന്തമാക്കാനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.